എല്ലാവരും വാ, മക്കളും കൊച്ചുമക്കളും എല്ലാവരും വാ. അപ്പൊ അമ്മച്ചി, അത് അമ്മച്ചി, പിന്നെ നിങ്ങള് രണ്ടുപേരും, നിങ്ങളുടെ കൂടെ ഉള്ളവര്. ഞങ്ങളുടെ കൂടെയുള്ള മോനും ഒരു മോളും ഒരു 3 മക്കളുണ്ട്. അവരിപ്പോ ന്യൂസിലാൻഡിലുള്ളത്. അപ്പുറത്താണ്. ബിജു ആ എല്ലാത്തിന്റെ എല്ലാം സൺഡേ സ്കൂളിന്റെയോ ഡിസ്ട്രിക്റ്റിന്റെ ഒരാളാ. ഒരു മാസത്തിന് മുമ്പ് ഞാനേ തൃക്കേപ്പറ്റ ഇടവയും സന്ദർശിച്ചു. വീട്ടിൽ പോയായിരുന്നോ? ഇല്ല, അന്ന് എനിക്കത് മനസ്സിലായില്ലാത്ത ഞാനിവിടുത്തെ മക്കളുടെ ഫോട്ടോ എടുക്കണേന്ന് കൈപ്പഞ്ചേരിയിലെ ജോർജ് കുഞ്ഞുമേന്റെ മോൻ ഇന്നലെ വന്നിട്ടുണ്ട്. കുഞ്ഞുമ ജോർജ് കുട്ടൻ ജോർജെന്നോ എന്തൊക്കെയോ പറയുന്നത് പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരു അമ്മച്ചിനെ കാണാൻ വേണ്ടി, ചേച്ചിനെ കാണാൻ വേണ്ടി ഇന്നലെ വന്നായിരുന്നു. അവിടെ ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ തലമുടിയുള്ള അമ്മച്ചി. ഇന്നലെ കൊണ്ടുവന്നു ഇങ്ങോട്ട്. അമ്മച്ചിന്റെ താഴെയുള്ളതാ. അത് ശരി. അന്ന് അവിടെ പോയി ഞങ്ങള് മുളകും പിന്നെ നമ്മുടെ മുള്ളാപ്പിക്കായും ഒക്കെ ഒരു ദിവസം തിരുമേനിലൊപ്പം ജോർജ് ഉണ്ടായിരുന്നു. ഫുൾ ഡേ. മോനെന്ത് ഇപ്പൊ അവനിപ്പോ ജോലിയില്ല. ജോലിയുണ്ട്, ഇപ്പൊ പോകാൻ പറ്റില്ല. ഇപ്പം ഒരു കുഞ്ഞു കൊച്ചുണ്ട്, ഇപ്പൊ 4 മാസം കഴിഞ്ഞു. അപ്പൊ അത് കാരണം ഇപ്പൊ അവിടെ 3 മക്കളല്ലേ, 2 പെണ്ണും 1 ആണുമാണ്. അപ്പൊ അവർക്ക് ജോലിക്ക് വേണം, അവള് നേഴ്സാ. അപ്പൊ അവക്കും ഇപ്പൊ ലീവാ. ഇപ്പൊ എല്ലാവരും പണിയില്ലാണ്ടിരിക്കുക. കൊറോണ കാലം പോലെ ലീവാ. വീടിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ച് റെഡിയാക്കണം, എന്നാലേ അത് എല്ലാം മാറത്തുള്ളൂ. അതിങ്ങനെ പണിഞ്ഞോണ്ടൊക്കെ ഇരിക്കല്ലേ പകുതി. അവിടെയോ? കല്ല് കെട്ടി ഇങ്ങനെ വൃത്തിയാക്കി എന്തോ ചെയ്യുന്നുണ്ട് ജോർജിന്റെ വീട്. ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് പോയി. നമ്മുടെ മകന്റെ കാര്യം ഡാഡി പറഞ്ഞത്. അപ്പൊ ഇവര് ഇവിടെ എത്ര 3 മക്കളോ? 2. ഒരാളിപ്പോ ബിജു ബ്രാങ്കോട്ടില്, പിന്നെ ഒരു മോന്. നിങ്ങൾ അങ്ങോട്ട് പോയോ? ഇല്ല, പോകാനുള്ള അവസരം കിട്ടിയില്ല. എത്ര നാളായി അവര് പോയിട്ട്? അവര് മോള് പോയിട്ടൊക്കെ 2 കൊല്ലം കഴിഞ്ഞു. മോൻ ഷിപ്പിലായിരുന്നു. ഇപ്പൊ ഷിപ്പിൽ പണി നിർത്തി അങ്ങോട്ട് പോയി മക്കളെ നോക്കാൻ. ഇവിടെ വന്നിട്ടാ പോയത്. അങ്ങനെ നിൽക്കുന്നു. അപ്പൊ അവിടെ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ്. അമ്മച്ചിയും കൂടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഇല്ല, പറ്റില്ല. നമുക്ക് കുറച്ചുകൂടെ ഒക്കെ കഴിഞ്ഞിട്ട് അവർ എത്രയും വർഷമായാലേ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റും. ഒരിക്കലൊന്ന് പോകണമല്ലോ, ഞങ്ങളുടെ കേരളത്തിലല്ലേ നമുക്ക് പോകാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തൊക്കെ വെച്ച് സഹായിക്കും. എല്ലാം എവിടെ നിന്ന് സംഘടിപ്പിച്ചേക്കാം.
അത് തിരുമേനി ഇവിടെ ഉണ്ട്. അസുഖം അതാണ് തിരുമേനി. സോറി, അവര് നമ്മളൊക്കെ മുമ്പിലായിരിക്കുമല്ലോ. അവിടെ ഇപ്പൊ എത്ര 4 മണി 5 മണിയോ? ഓ, ഒത്തിരി നേരത്തെയാ. ന്യൂസിലൻഡ് ആണല്ലോ ആദ്യത്തെ രാജ്യം. അവിടെ കിടന്ന് ആരാ ക്രിസ്മസ് ഫാദർ തകർക്കുന്നേ? ഞാൻ ചുമ്മാതെ പറഞ്ഞതാ. ഞാനിത് കാണാതെ പറഞ്ഞതാ. അല്ലെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞ ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. ക്രിസ്മസ് ഫാദറായി. 3 മക്കളാണല്ലോ. ഹായ്, മോടെ പേരെന്തുവാ? അബിയ എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് മൈ ഫാദർ എന്നാ. God is my father. Abo means father. Abiyad means the first person suffix. God is my father. Yeah. What's your name, Mone? Joshua is eating something, and Appachan and Ammachi has placed a lot of mounds of things to enjoy here, but our stomach is full, so we cannot satisfy them by enjoying anything at all. Yeah. And a little baby, what is his name? So how is going? Yeah. So you will be going to the church tomorrow morning, right? How far is your church from your house? It's very close. Oh, you go by walking? No. Yeah, they're going to come. 20 minutes? Just 5 minutes. Oh, just 5 minutes. And then she can go to the church and you can sleep there. Yeah. Are you church goers so early in the morning, or you are the last one to go to the church because your house and the church are very close by? Yeah. Who is the vicar there? No, yeah. ഓ, അത്രയേ ഉള്ളൂ. എത്ര പേരുള്ള പള്ളിയാണ് അവിടെ? അപ്പം പിന്നെ നമ്മൾ റെന്റ് ഔട്ട് ചെയ്യുന്ന ചർച്ച അല്ലയോ? ഇപ്പൊ മനസ്സിലായി. എങ്ങനെയുണ്ട് ഇപ്പൊ? അങ്ങനെ വല്ല മൈഗ്രേഷൻ ഒക്കെ ഉണ്ടോ ന്യൂസ് നിങ്ങളുടെയൊക്കെ ഭാഗത്ത് വല്ലതും ഉണ്ടോ? അതോ പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ട്രാൻസ്ലേഷൻ ആവുന്നതുകൊണ്ടേ അതൊക്കെ ഒരു പ്രശ്നമാണ്. വീട്ടിൽ നിന്ന് ചിലപ്പോൾ ലോൺ എടുത്ത് വരുന്നവര്, ഫാമിലിയിൽ എന്തെങ്കിലും കൊടുക്കേണ്ടവര്, അവിടെ ഫാമിലിയെ കൊണ്ടുവരേണ്ടവര്, എക്കണോമിക് മറ്റേ ഒത്തിരി അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. സോ even though they want to come to the church, they are afraid that the church people will catch them and they will be asked to pay something little more. So yeah, once everything is settled, they will definitely come to the church and they will become normal members of the church. Yeah. So nice to see you. Wish you a happy Christmas and a blessed 2026 in advance. Okay. ഇങ്ങനെ കണ്ടില്ലല്ലോടാ. Yeah, sure. എല്ലാരും ഉണ്ട്. പിങ്കി ഉണ്ട്, ബ്രൗണി ഉണ്ട്, വൈറ്റി ഉണ്ട്, എല്ലാവരും. അപ്പൊ അങ്ങനൊക്കെ ഇരിക്കുന്നു എന്റെ കർത്താവേ. അപ്പൊ നമ്മുടെ തൃച്ചേക്കത്തേള മോള് ഇടയ്ക്ക് ഇങ്ങോട്ട് വരുവായിരിക്കും. 3 പെൺമക്കളാണ് അവിടെ ഉള്ളത്. ഒരാള് BSc നഴ്സിംഗ് അല്ല MBBS പഠിക്കുന്നു. അത്രയൊക്കെ ആയോ വലിയ മക്കള്? ചെറുത് 3-ലാ. കല്യാണം കഴിഞ്ഞു. ദൈവം ഒരു ആഗ്രഹിച്ചിട്ട് നടക്കുന്നില്ല, കിട്ടുന്നില്ല. നമുക്ക് മോന് 7 വർഷം കഴിഞ്ഞിട്ട് കിട്ടിയത്.
അവിടെ നിൽക്കാം, ഇവിടെ നിൽക്കാം, ഇവിടെ പായിട്ടാൽ മതി, കൂടെ കേൾക്കാമല്ലോ. ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന, ഓരോ നാളും എന്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും എന്റെ ദൈവത്തിനു സ്തോത്രം, ഇന്നും എന്നേക്കും. പരിശുദ്ധഹായിക്കും സ്തുതി. അതോടാതെ നിങ്ങളെ സ്നേഹിക്കുവാനും ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്യുന്ന സ്നേഹസ്വരൂപനായ സത്യദൈവമേ, ഈ ദിവസത്തെ മധ്യാഹ്നത്തിലാവുന്ന മക്കളാവുന്ന ഞങ്ങൾ ഈ പകർക്കണം നിന്റെ സന്നിധിയിലേക്ക് ദൃഷ്ടി ഉയർത്തുന്ന താവി അടിമത്തെത്തുന്ന താവി ഇതരോ ജീവിതത്തിൽ ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു വാസസ്ഥലമില്ല. എങ്കിലും താൽക്കാലികമായ ആയുസ്സിൽ വസിക്കേണ്ടതിന്, നിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കേണ്ടതിന്, നിന്നിൽ നിന്നുള്ള ബലത്തിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് നിന്റെ വിധികളായി ചെയ്യേണ്ടതിന് വസിക്കേണ്ടതിന് ഇടം ആവശ്യമാകുന്നു. നീ തന്നെയാവുന്നു ഞങ്ങൾ ഭവനം നിർമ്മിച്ചു നൽകുന്നത്. ആകയാൽ ഈ ഭവനത്തെ ഓർത്ത് നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ ശാന്തിയും സമാധാനവും ഈ ഭവനത്തിൽ വർഷിപ്പിക്കണമേ. ഇത് വർഷിക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വാർദ്ധക്യവും നിലയുമാകുന്ന നാളുകളിൽ അസ്ഥികൾക്ക് ബലം ക്ഷയിക്കുമ്പോൾ, ശരീരത്തിന് കാന്തി ഊർജ്ജവും സൗന്ദര്യവും നഷ്ടമാകുമ്പോൾ, രോഗപ്രകാരം ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും കർത്താവായ ദൈവമേ, ഈ കാത്തു പരിപാലിക്കും. നിന്റെ ബലിഷ്ഠമായ കരങ്ങൾ ഈ ദാസിയോടുകൂടി ഉണ്ടാകണമേ. പ്രത്യാശയും ധൈര്യവും നൽകണമേ. ആപത്തുകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ശക്തികരമായ പരീക്ഷയിൽ നിന്നും കാത്തു സംരക്ഷിക്കണമേ. കർത്താവെ, ദിവ്യമായ ശാന്തിയും സമാധാനം അനുഭവിച്ച് നിന്നുള്ള പ്രത്യാശകൾ സൃഷ്ടായുഷ്കരിക്കുവാൻ സംഗതിയാക്കിത്തന്നെ. താനുമായി നൽകിയിരിക്കുന്ന ഈ മകനെയും ഒരു ജീവിതശൈലിയായി അവകാശികമായി ചേർത്തിരിക്കുന്ന മകളെയും നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഉയർച്ചയിലും താഴ്ചയിലും അകലെയായിരിക്കുമ്പോഴും അടുത്തായിരിക്കുമ്പോഴും എന്നിലുള്ള പ്രത്യാശയിൽ നിന്റെ കരങ്ങൾ പിടിച്ച് സ്വീകരിക്കാൻ ഇതിനെ സഹായിക്കണം. താനുമായി നൽകിയിരിക്കുന്ന മക്കളെ ഓർക്കുന്നു. കുടുംബജീവിതം നയിക്കുന്ന മകളെയും കുടുംബജീവിതത്തിൽ പങ്കാളിയായ മകനെയും അവർക്ക് ദാനമായി നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ആ പഠനമൊക്കെയും പൂർത്തീകരിച്ച് അനേകരെ ശുശ്രൂഷിക്കാൻ നീ മകളെ സഹായിക്കണമേ. ജന്മപ്പെട്ടവരുടെ ഗിരിയിൽ നിന്ന് കാത്തുകൊള്ളണമേ. മറ്റു മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ദൈവിക ചിന്തയും പരിജ്ഞാനവും ദൈവാശ്രയവും മാതാപിതാക്കളോടുള്ള ആരോഗ്യവും കുഞ്ഞുങ്ങളെ സഹായിക്കണം. മകനെയും കുടുംബത്തെ ഓർക്കുന്നു. ഞങ്ങളിൽ നിന്ന് വിദൂരതയിലാകുന്നുവെങ്കിലും അവിടുന്ന് അവർക്കും ഞങ്ങൾക്കും ഒരുപോലെ സമീപസ്ഥനാകുന്നുവല്ലോ. ആ മൂന്ന് കുഞ്ഞുങ്ങളെയും നീ അനുഗ്രഹിക്കുകയാണ്. അവരുടെ അധ്വാനത്തിന്റെ അനുഗ്രഹങ്ങൾ എന്തിനായി അവർ വിദൂരതയിലായിരിക്കുന്നുവോ അത് സഫലമാകുവാൻ സഹായിക്കുകയാണ്. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരായി പുതിയതരമായി ആവുവാൻ ഈ കുടുംബത്തോടുള്ള സ്നേഹവും ബന്ധവും ഐക്യവും നിലനിർത്തുവാൻ അവരെ സഹായിക്കണം. പ്രതികൂലങ്ങളിൽ നിന്ന് ഏകാന്തപ്പെട്ടു പോകുന്നതായ സന്ദർഭങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്ന് ഞങ്ങളറിയാതെ തന്നെ ഞങ്ങൾക്കായി സ്നേഹിക്കുന്ന വിഷ്ണുമനുഷ്യരെ ആലോചനയിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണം. ഇവിടെ അണഞ്ഞിരിക്കുന്ന ബലഹീനായി ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും ബന്ധുക്കളും പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും ഞങ്ങളുടെ ഗുരുക്കന്മാരും ശിഷ്യരുമായ ഞങ്ങളുടെ ബന്ധമുള്ള എല്ലാവരും പ്രാർത്ഥന അർപ്പിക്കുന്നതിന് ഓർക്കുന്നു. വിശ്വാസവും പ്രത്യാശയും താൽക്കാലിക ജീവിതത്തിൽ വിട്ടുതിരിഞ്ഞ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നവരെ സ്വർഗീയങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് ദൈവമേ സ്തുതിയും ബഹുമാനം ആരാധനയും ഇപ്പോഴെല്ലായ്പ്പോഴും നന്നേക്ക് സമർപ്പിക്കുവാനായിട്ട് തന്നെ. ദൈവത്തിന്റെ സ്നേഹവും ത്യാഗയാതനായ പുത്രനും രാജ്യവും സകലതയും പൂർണ്ണതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും ഈ ഭവനത്തിൽ മേലും ദോഷിക്കുന്നവരുടെ മേലും കുടുംബാംഗങ്ങളായ വിവിധ ഇടങ്ങളിലായിരിക്കും പ്രിയപ്പെട്ടവരുടെ മേലും നമ്മൾ അഭ്യർത്ഥിച്ചതായ എല്ലാ യാതനകളുടെ മേലും വാങ്ങിപ്പോയ വിശ്വാസിക്കുന്ന നില നന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ജീവനത്തിൽ നിന്ന് ജീവിപ്പിക്കുന്ന വിജയശ്രീമായ ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ട